നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും സന്തോഷിക്കണം, നമ്മളെല്ലാവരും ആഹ്ലാദിക്കണം, അറുമാദിക്കണം. കാര്യം ബിയറെന്നോ വൈനെന്നോ പറയാതെ കേരളത്തിലെ ഏറ്റവും വീര്യം കുറഞ്ഞ 10% ആൽക്കഹോൾ കണ്ടന്റുള്ള ബക്കാഡി ഫ്രീസ് എന്ന് പറയുന്നൊരു മദ്യം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മുടെ ബിവറേജ് ഔട്ട്ലെറ്റുകളിലൂടെ റെഡി ടു ഡ്രിങ്ക് എന്ന പേരിൽ ഇത്തരം മദ്യം വ്യാപിക്കാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ ബക്കാഡി എന്ന് പറയുന്ന മദ്യം നമുക്കറിയാം, വൈറ്റ് റമ്മായിട്ടും അല്ലാതെ റമ്മുമായിട്ടൊക്കെ നമ്മുടെ ഇടയിലേക്ക് ഒരുപാട് പ്രചാരം നേടിയ ഒരു ഡ്രിങ്കാണത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ള ഒരു മദ്യം നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു. പണിക്ക് പോകേണ്ടവർക്ക് രാവിലെ മേടിച്ച് കുടിച്ചുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ ഇരുന്ന് കഴിക്കാം. വിദ്യാർത്ഥികൾക്കാവട്ടെ അത് വേണമെങ്കിൽ ബാഗിൽ സൂക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പുതിയ മദ്യനയം കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെ വില കുറഞ്ഞ മദ്യം നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഖജനാവിനുണ്ടാകാൻ പോകുന്ന, അല്ലെങ്കിൽ നികുതിയിൽ ഇത്രയും കുറവ് വരുത്തുമ്പോൾ ഖജനാവിനുണ്ടാകാൻ പോകുന്ന ഒരു കുറവ് 600 കോടിയുടേതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. 600 കോടി രൂപ നഷ്ടമുണ്ടാകുന്നു. ഇതിനെതിരെ, അതായത് ഇങ്ങനെ ഒരു മദ്യനയം ഇയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ തന്നെ എന്തിനാണ് എന്നെ പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്ന് പച്ചയ്ക്ക് ചോദിക്കുന്നതിന് പകരം ഇച്ചിരി മാന്യമായി ചോദിച്ച ഒരാളാണ് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന എം ലിജു. വളരെ മാന്യമായി ചോദിച്ചു. പച്ചയ്ക്ക് വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് ചോദിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ അവിടെ പിടിച്ചിരുത്തിയെങ്കിലും മദ്യനയം നടപ്പിലായി എന്നുള്ള കാര്യം ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാര്യം ഇനി മുതൽ ആ മദ്യം ഈ രീതിയിലേ നമുക്ക് കിട്ടൂ. 120% മാത്രം ടാക്സിലായിരിക്കും അത് ഇറങ്ങാൻ പോകുന്നത്. ഇതുമൂലം കേരളത്തിൽ ധാരാളമായി മദ്യം വിറ്റഴിക്കാനും സാധിക്കും. ഇതുമൂലം ഈ ബക്കാഡി എന്ന് പറയുന്ന വടക്കൻ കമ്പനിക്ക്, അല്ലെങ്കിൽ നമ്മുടെ കർണാടക ബേസായി നിൽക്കുന്ന കമ്പനിക്ക് വമ്പൻ ലാഭം ഉണ്ടാക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതേ വി ഡി സതീശൻ, നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ജനം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് വില കുറഞ്ഞ മദ്യം ലഭിക്കുന്നില്ല എന്നുള്ളതല്ല. ഈ മദ്യം മേടിക്കാൻ പോകാൻ വേണ്ടി 2 വീലർ എടുത്ത് പോകുമ്പോൾ അതിനകത്ത് അടിക്കുന്ന പെട്രോളിനുള്ള വിലവർധനമാണ് ഇന്ന് കേരളത്തിലെ എന്നല്ല രാജ്യത്തെ മുഴുവൻ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സർക്കാർ, ഇടത് സർക്കാരിൻ്റെ കാലത്ത് ചോദിച്ചിരുന്നു, നിങ്ങൾ കുറച്ചില്ല, നിങ്ങൾ അത്രയും കോടി രൂപ വേണ്ടെന്ന് വെക്കാത്ത എന്തുകൊണ്ട്? അതായത് അധികമായി ലഭിക്കുന്ന കേരളം നികുതി കുറച്ചുകൊണ്ട് അധിക വരുമാനം വേണ്ടെന്ന് വെക്കാത്തത് എന്തുകൊണ്ട് എന്ന വലിയ വിശുദ്ധമായൊരു ചോദ്യം ചോദിച്ചു. അന്ന് കേട്ടോണ്ടിരുന്നവരെല്ലാം ഈ പറയുന്ന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന് വേണ്ടി കൈയടിച്ചു. അങ്ങനെ ആ കൈയടിയെല്ലാം കഴിഞ്ഞു. ദാ ഇപ്പോൾ പെട്രോളിൻ്റെ വില എവിടെ എത്തി നിൽക്കുന്നു നമുക്കറിയാം, അല്ലേ? നമുക്ക് ഈ പറയുന്ന പോലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വേതന വർധന ഉണ്ടായിട്ടുമില്ല. ഇനി സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ശമ്പള പരിഷ്കരണം കഴിയണമെങ്കിൽ 10 വർഷം കഴിയണം. അതായത് 2036 എത്തിയാൽ മാത്രമേ ശമ്പള പരിഷ്കരണം പോലും അവർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ 10 വർഷം കൊണ്ട് പെട്രോളിൻ്റെ വില എത്രത്തോളം വർദ്ധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാര്യം BJP തന്നെ ആയിരിക്കുമല്ലോ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഈ പെട്രോൾ വിലയെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ട് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നാളെത്രയായെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് എപ്പോഴെങ്കിലും ഞാനിത് ഇത്ര കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? 440 കോടി രൂപയുടെ അധിക വരുമാനമാണ് നമ്മുടെ സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത് പെട്രോൾ ഡീസൽ വില വർധനവിൽ ഇപ്രകാരം നിർത്തിക്കൊണ്ട് പോയാൽ. എന്നാൽ അതിന് മുൻപ് വി ഡി സതീശൻ പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് കോടികളുടെ അഴിമതി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം. അതായത് 2023 ഫെബ്രുവരി മാസം 7-ാം തീയതി ഈ പറയുന്ന ഈ കമ്പനി, അതായത് ബക്കാഡി ഫ്രീസ് എന്ന് പറയുന്ന കമ്പനി സംസ്ഥാന സർക്കാരിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നികുതി കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതറിഞ്ഞുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞ എന്തായിരുന്നു? ഇവിടെ വലിയൊരു അഴിമതി നടക്കാൻ പോകുന്നു, ഇതൊരു അഴിമതി നടത്താൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദമുണ്ടാക്കി. കാര്യം ഈ പറയുന്ന അപേക്ഷയുടെയൊക്കെ ഡീറ്റെയിൽ വി ഡി സതീശന് കിട്ടുമല്ലോ, സ്വാഭാവികമല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വി ഡി സതീശൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പൊതുരംഗത്തേക്ക് എത്തിയത്. നിലവിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയപ്പോഴും അവിടെയുണ്ട് അന്ന് ടാക്സിൻ്റെ സെക്രട്ടറി ആയിരുന്ന രത്തൻ യു ഖേൽക്കറാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവുന്നതും പിന്നീട് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് മാറുകയും ചെയ്യുന്നത്. ഈ രത്തൻ യു ഖേൽക്കറും എല്ലാം കൂടെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ അപേക്ഷ വളരെ വേഗം തീർപ്പാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ രീതികൾ അനുസരിച്ച് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. രാത്രി 10 മണിക്ക് ശേഷം അവിടുന്ന് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നു. രാവിലെ 8:45 ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുന്നു. ആലോചിച്ച് നോക്കിക്കോളൂ, ഈ 2 സമയങ്ങൾ
വൈകുന്നേരം 5:30-ക്ക് ശേഷം അല്ലെങ്കിൽ 4:30-ക്ക് ശേഷം സർക്കാർ ഓഫീസുകളിൽ എവിടെയെങ്കിലും ഒരു കാര്യം സാധിച്ച് നമുക്ക് വരാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു ഫയലിൽ ഒരു ഒപ്പ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ ചാർത്തുമോ? ഇല്ലേ ഇല്ല. ആ സാഹചര്യത്തിലാണ് രാത്രി 8:45-ന് പോലും, അതായത് 9 മണി കൂട്ടിക്കോളൂ, ആ 9 മണി സമയത്ത് പോലും അല്ലെങ്കിൽ രാത്രി 10 മണി സമയത്ത് പോലും അതിനകത്തേക്ക് തുല്യം ചാർത്താൻ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും രസകരമായ കാര്യം. രത്തൻ യു കേൽക്കർ അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വളരെ വളരെ എളുപ്പത്തിലല്ലായിരുന്നോ? വളരെ എളുപ്പത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 2026 മെയ് മാസം 18-ാം തീയതി വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ കയറുന്നു. 21-ാം തീയതി അപേക്ഷ നിർണ്ണയിക്കുന്നു. ജൂൺ മാസം 15-ാം തീയതി കാര്യങ്ങൾ തീരുമാനമെത്തിക്കുന്നു. എത്തി, അവർക്ക് പെർമിഷൻ കൊടുക്കുന്നു. അപ്പം എത്ര വളരെ പെട്ടെന്നല്ലേ ഈ പറയുന്ന ടാക്സ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ തീർപ്പാക്കിയെടുത്തത്. ഇതാ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഇത്ര പെട്ടെന്ന് ഇത്ര ഉദ്വേഗത്തോടു കൂടി രാത്രി എന്നില്ല വെളുപ്പാങ്കാലമെന്നില്ലാതെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന ടാക്സ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഒരു വളരെ വേഗത്തിലുള്ള നടപടി ഉണ്ടാകാനുള്ള കാരണം? ബുദ്ധിയുള്ളവരാണെന്നേ കേരളത്തിലുള്ളവർ. അവരെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. കേരളത്തിൽ ഇവിടെ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ 3000 ആക്കുന്നത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പഠിക്കണം. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ 2000 രൂപ പെൻഷൻ മേടിക്കുന്ന പലരെയും ലോസ് ഏഞ്ചൽസിൽ വെച്ച് അദ്ദേഹം കണ്ടുമുട്ടിയിട്ടുണ്ടത്രേ. അല്ലെങ്കിൽ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചോ ലോസ് ഏഞ്ചൽസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെന്ന്, അമേരിക്കയിൽ നിന്ന്. ആലോചിച്ച് നോക്കിക്കോളൂ. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അമേരിക്കയിൽ നിന്ന് വരെ ആൾക്കാർ വിളിച്ച് അന്വേഷിക്കുന്നു പെൻഷൻ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ എന്താ? അനർഹരായ, അതായത് ഇന്ന് 64 ലക്ഷത്തിലധികം ആൾക്കാർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. വി ഡി സതീശൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. മക്കൾ വിദേശത്തുള്ള ആളുകൾ, മക്കൾ സർക്കാർ സർവീസിലുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഫിൽട്ടറിങ് ഉടനെ നടക്കാൻ പോവാ. അതാണ് പറഞ്ഞത്. ഈ പട്ടികയിലേക്ക്, അതായത് ഈ ക്ഷേമ പെൻഷൻ 2000 രൂപ മേടിച്ചുകൊണ്ടിരിക്കുന്ന പട്ടികയിൽ അനർഹരായ പലരും കടന്നുകൂടിയിട്ടുണ്ട് എന്ന് സതീശൻ പറഞ്ഞു വെക്കുന്നത് വരും ഭാവിയിൽ ഇന്ന് പെൻഷൻ മേടിക്കുന്ന പലരുടെയും കയ്യിൽ നിന്ന് ആ പെൻഷൻ തുക തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢതന്ത്രമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. ആലോചിച്ച് നോക്കിക്കോളൂ. അവിടെ ഒരു വലിയ ഡിസ്റ്റിലറിക്കാർക്ക് വേണ്ടിയിട്ട് കോടികൾ അവർക്ക് വേണ്ടി 600 കോടി രൂപ നശിപ്പിക്കുമ്പോൾ കിട്ടേണ്ട പൈസ അവർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഇവിടെ 2000 രൂപ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന പാവങ്ങളുടെ ചട്ടിയിലേക്ക് കൈയിട്ട് വാരാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ന് വിദേശത്ത് ജോലിയുള്ള മക്കളുടെ അച്ഛനോ അമ്മയ്ക്കോ ഈ പെൻഷന് അവർ പുറത്താവും. എവിടെയെങ്കിലും പട്ടാളത്തിലോ അല്ലെങ്കിൽ സർക്കാർ സർവീസിലോ കേന്ദ്ര സർക്കാർ സർവീസിലോ ജോലി ചെയ്യുന്നവരുടെ അച്ഛനമ്മമാർ പുറത്താവും. രാഷ്ട്രീയക്കാരുടെയും കോൺഗ്രസ്സുകാരുടെയും വീട്ടുകാർക്കെല്ലാം പെൻഷൻ ദിനം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ക്ഷേമ പെൻഷൻ കാര്യത്തിലും കത്തിവെക്കാൻ പോകുന്നു. കഴിഞ്ഞ സർക്കാർ 2 തവണ നൽകിയ ഒന്നായിരുന്നു. ഫെബ്രുവരിയിലും മാർച്ചിലും നൽകി, എനിക്ക് മാർച്ച് ഏപ്രിൽ അങ്ങനെ എന്തോ നൽകിയ ഒന്നായിരുന്നു ഇവിടുത്തെ സ്ത്രീകൾക്കായിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ. പെൻഷനല്ല, ഒരു തുക അവർക്ക് വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നവർക്ക് ഒരു മാസം ഒരു തുക, ഒരു വലിയതല്ല, 1000 രൂപ അവർക്ക് നൽകുന്നു. അതെവിടെ? 10 ലക്ഷത്തിലധികം സ്ത്രീകൾ അർഹരായിട്ടുള്ള ഒരു വലിയ പദ്ധതി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും വി ഡി സതീശൻ തീരുമാനമെടുത്തിട്ടുണ്ടോ ഇത്ര വേഗം? അതും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ജനോപകാരപ്രദമായ 3 കാര്യങ്ങളിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു മാസം കഴിഞ്ഞിട്ടും പഠിച്ചു തീർന്നിട്ടില്ല. അതേസമയം ജനത്തിന് ദോഷവും, ജനത്തിന് മാത്രമല്ല സർക്കാരിന് പോലും ദോഷമുണ്ടാകാൻ പോകുന്ന ഒരു നികുതിക്കുറവ് വരുത്തിയിരിക്കുന്നത് എവിടെയാണ്? അതും സംസ്ഥാന സർക്കാർ ഖജനാവിന് 600 കോടി രൂപ നഷ്ടം വരുത്തുന്നത് വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കി കൊടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. 2 അല്ലേ ഫേസ് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ആർക്ക് വേണ്ടിയിട്ടാണ് കേരളം ഭരിക്കുന്നത്? പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതോ കോർപ്പറേറ്റുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? അവർക്ക് നികുതി ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്? നമ്മുടെ കേരളത്തിലുള്ള സകലമാന ആളുകളും. എന്നിട്ട് സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി, പ്രിയദർശിനി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫ്രീ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം അവർക്ക് കൊടുത്തു. കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളിൽ ഏകദേശം ഒരു 25, 30, 40% ആളുകൾ മാത്രമാണ് ദിവസേന ബസ് യാത്ര ചെയ്യുന്നത്. അതിലും എത്രയോ അപ്പുറം സ്ത്രീകൾ ഇന്ന് അടുക്കളപ്പുറങ്ങളിൽ കഴിയുന്നുണ്ട്. അവർക്ക് എന്ത് പ്രയോജനമാണ് ഈ പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ട് ലഭിക്കുക? അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.
കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ കേരളത്തെ വിറ്റുതുലയ്ക്കാനും കേരളത്തെ മുഴുവനായി കൊണ്ടുവന്ന് കടലിൽ തള്ളാനും വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ തീരദേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാം മണലൂറ്റിയെടുക്കാൻ വരെയുള്ള സർവ്വ അവകാശവും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി വിറ്റ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പേര് ചരിത്രത്തിൽ എഴുതപ്പെടും വി.ഡി. സതീശൻ എന്നാണെന്ന്. അപ്പോൾ ഇങ്ങനെ ബക്കാഡി ഫ്രീസിന് വേണ്ടിയിട്ട് എല്ലാ ക്രമങ്ങൾ വിട്ടിട്ടും ക്രമവിരുദ്ധമായ നടപടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ഒരു ബജറ്റിൽ അവർക്കായി 120ലേക്ക് 251 നിന്നും 120ലേക്ക് ടാക്സ് മാറ്റിയിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. പക്ഷേ അതിന് പിന്നിൽ ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെടേണ്ടതും ഇതിൻ്റെ പിന്നിൽ ഒഴുകിയെത്തിയ കോടികളുടെ കണക്കുകൾ തിരിച്ചറിയപ്പെടേണ്ടതുമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതിനുവേണ്ടി ഇടതുപക്ഷത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങളും ജനം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.